എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൽ കഥാപാത്രങ്ങൾ കൃതികൾ എന്ന ടോപ്പിക്കാണ്. നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്ലിയറായി പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഥാപാത്രങ്ങൾ കൃതികൾ. ഒന്നാമതായി നോക്കുന്നത് വിമല എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? മഞ്ഞ് എന്ന കൃതിയാണ്. ആരുടെ കൃതിയാണ്? MD വാസുദേവൻ നായർ. ഓക്കെ ആണല്ലേ? അപ്പോൾ ഒന്ന് വിമല എന്ന കഥാപാത്രം മഞ്ഞിലെയാണ്. MD വാസുദേവൻ നായരാണ് ഏതെഴുതുന്നത്? മഞ്ഞ് എന്ന കൃതി എഴുതുന്നത്. രണ്ട്, അമർ സിംഗും അതേ കൃതിയിലേതാണ് എഴുതിയത്? MT ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അമർ സിംഗ് ഏതിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മഞ്ഞിലെ കഥാപാത്രമാണ്. അതിന്റെ കർത്താവ് MD വാസുദേവൻ നായരാണ്. ക്ലിയറായി പഠിക്കാം. വിമല, അമർ സിംഗ് എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെയാണെന്ന് ചോദിച്ചാൽ മഞ്ഞിലെയാണ്. ആരുടെയാണ് ആ കൃതി? MT വാസുദേവൻ നായർ. അടുത്ത വളരെ പ്രധാനപ്പെട്ടത് ജിതേന്ദ്രൻ എന്ന കഥാപാത്രം മനുഷ്യനരാമുഖം എന്ന കൃതിയിലെയാണ് അല്ലെ? മനുഷ്യനരാമുഖം പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പല അവാർഡുകൾ നേടിയിട്ടുള്ളതാണ്. മനുഷ്യനരാമുഖം ആരുടേതാണ്? സുഭാഷ് ചന്ദ്രൻ. അപ്പൊ ക്ലിയർ ആയി പഠിക്കണം. ജിതേന്ദ്രൻ കഥാപാത്രം ഏതാണ്? ജിതേന്ദ്രൻ. ജിതേന്ദ്രൻ എന്ന കഥാപാത്രം മനുഷ്യന് ഒരു ആമുഖം ആരുടേതാണത്? സുഭാഷ് ചന്ദ്രൻ. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ശ്രീധരൻ, ഒരു ദേശത്തിന്റെ കഥ. കഥാപാത്രത്തിന്റെ പേര് ശ്രീധരൻ. ഏത് കൃതിയിലേതാണ്? ഒരു ദേശത്തിന്റെ കഥ. ആരുടെ കൃതിയാണ്? SK പൊറ്റക്കാടിന്റെ കൃതിയാണ്. ആരുടെ കൃതിയാണ്? SK പൊറ്റക്കാടിന്റെ കൃതിയാണ് എന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ കഥ. അടുത്ത കഥാപാത്രം ഓമൻചി. ഓമൻചി ഒരു തെരുവിന്റെ കഥ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഓമൻചി. SK പൊറ്റക്കാട്. അപ്പൊ ക്ലിയർ ചെയ്യണം. ശ്രീധരൻ ഒരു ദേശത്തിന്റെ കഥ, SK പൊറ്റക്കാട്. ഓമൻചി ഒരു തെരുവിന്റെ കഥ, SK പൊറ്റക്കാട്. ഓക്കെ അല്ലേ? വീണ്ടും അടുത്തത് ചേതന എന്ന കഥാപാത്രം ആരാച്ചാർ. ചേതന, ആരാച്ചാർ. ആരുടേതാണ് ആരാച്ചാർ? നമുക്കറിയാം KR മീര അല്ലെ? പലതവണ കേട്ടിട്ടുള്ളതാണ്, പല അവാർഡുകൾ നേടിയിട്ടുള്ളതാണ്. KR മീരയുടെ ആരാച്ചാർ. ആ KR മീരയുടെ ആരാച്ചാർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചേതന. ആരാണ്? ചേതന. അടുത്ത മാധവൻ എന്ന കഥാപാത്രം ഇന്ദുലേഖയിലേതാണ്. ഇന്ദുലേഖ. ഇന്ദുലേഖ വളരെ പ്രസിദ്ധം. O ചന്തുമേനോന്റെ കൃതിയാണ് ഏത്? ഇന്ദുലേഖ. ഇന്ദുലേഖ ആരാണ്? അതിലെ കഥാപാത്രമാണ് ആര്? മാധവൻ. ആരാണ്? മാധവൻ. അടുത്തത് അള്ളാപ്പിച്ച മുല്ലാക്ക. എനിക്കൊന്ന് പ്രീവിയസ് ചോദ്യമാണ്. അള്ളാപ്പിച്ച മുല്ലാക്ക ഏതിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം ആരുടേതാണ്? OV വിജയൻ. അള്ളാപ്പിച്ച മുല്ലാക്ക, ഖസാക്കിന്റെ ഇതിഹാസം, OV വിജയൻ. ഓക്കെ അല്ലേ? റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, എങ്കിലേ ഇത് കിട്ടുള്ള. അടുത്തത് കഥാപാത്രത്തിന്റെ പേര് ദാസൻ. കഥാപാത്രമാരാണ്? ദാസൻ. കൃതി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. M മുകുന്ദൻ. ആരുടെ കൃതിയാണ്? M മുകുന്ദൻ. അപ്പൊ M മുകുന്ദന്റെ കഥാപാത്രമാണ് ദാസൻ. ദാസൻ ഏതിലെ കഥാപാത്രമാണ്? മയ്യഴിയുടെ തീരങ്ങൾ. ഏതാണ്? മയ്യഴിയുടെ തീരങ്ങൾ. ഓക്കെ അല്ലേ? അടുത്തത് സുഭദ്ര എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? മാർത്താണ്ഡവർമ്മ. സുഭദ്ര ഏതിലെയാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ചരിത്ര നോവൽ ആരുടേതാണ്? CV രാമൻപിള്ള. CV രാമൻപിള്ള. അതേ നോവലിൽ എന്ന കഥാപാത്രമാണ് ഭ്രാന്തൻ ചാന്നാർ. ഭ്രാന്തൻ ചാന്നാർ ഏതിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ നോവൽ CV രാമൻപിള്ള. അതിലെ കഥാപാത്രങ്ങൾ സുഭദ്രയും ഭ്രാന്തൻ വേലായുധനും. സുഭദ്രയും ഭ്രാന്തൻ വേലായുധനും. ഇനി നമുക്കറിയാം CV രാമൻപിള്ളയുടെ തന്നെ മറ്റൊരു ചരിത്ര നോവലാണ് ഏത്? ധർമ്മരാജ. ധർമ്മരാജ. അതിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ. അതിലെ കഥാപാത്രമാണ് ഏതാ? ചന്ദ്രക്കാരൻ. ഓക്കെ ആണല്ലോ? അപ്പൊ CV രാമൻപിള്ളയുടെ ധർമ്മരാജ എന്ന നോവൽ, ആ നോവലിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ. ഓക്കെ, അടുത്ത ഓർത്തോണേ ചെല്ലപ്പൻ എന്ന കഥാപാത്രം ഏതിലേതാണ്? ചെല്ലപ്പൻ. അനുഭവങ്ങൾ പാളിച്ചകൾ. അനുഭവങ്ങൾ പാളിച്ചകൾ ആരുടേതാണ്? തകഴിയുടേതാണ്. ആരുടേതാണ്? തകഴി. അപ്പം ചെല്ലപ്പൻ എന്ന കഥാപാത്രം അനുഭവങ്ങൾ പാളിച്ചകൾ ആരുടേതാണ്? തകഴിയുടേതാണ്. ആരുടേതാണ്? തകഴി. ഓക്കെ, അടുത്ത കഥാപാത്രം സാവിത്രി അന്തർജനം. സാവിത്രി അന്തർജനം. സാവിത്രി അന്തർജനം കുമാരനാശാന്റെ കഥാപാത്രമാണ്. കൃതി ദുരവസ്ഥ. കൃതി ഏതാണ്? ദുരവസ്ഥയാണ്. സാവിത്രി അന്തർജനം ദുരവസ്ഥയിലെ കഥാപാത്രം ആരുടേതാണ്? ദുരവസ്ഥ കുമാരനാശാൻ. അടുത്ത കഥാപാത്രത്തിന്റെ പേര് മാര. മാര എന്ന കഥാപാത്രം
പി വത്സലയുടെ നെല്ല് എന്ന കൃതിയിലെയാണ്. മാര പി വത്സലയുടെ നെല്ല്. മാര ഓർത്തോണം, നെല്ല് പി വത്സല. ഓക്കെ, അടുത്തത് കഥാപാത്രമാണ് ഇബ്നു ബത്തൂത്ത, അല്ലെ, സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത. ആനന്ദിന്റെ കഥാപാത്രമാണ് ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന കൃതിയിലെ. അപ്പം ആനന്ദിന്റെ ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത. അടുത്ത കഥാപാത്രം ഖദീജയാണ്. ഖദീജ. സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും. ഖദീജ ഏതിലെ കഥാപാത്രമാണ്? സുന്ദരികളും സുന്ദരന്മാരും. ആരുടെ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും? ഉറൂബിൻ്റെതാണ്. ഉറൂബിൻ്റെത്. ഓക്കെ, അടുത്താണ് ഉറൂബ്. അപ്പൊ സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. അതിലെ കഥാപാത്രത്തെ നമ്മൾ ക്ലിയർ ആയി പഠിച്ചു, ഖദീജ്. അടുത്ത ചന്ദ്രമൗലി എന്ന കഥാപാത്രം വാരണാസി. ചന്ദ്രമൗലി എന്ന കഥാപാത്രം ഏതിലെയാണ്? വാരണാസി. വാരണാസി ആരുടെ കൃതിയാണ്? വാരണാസി എം ടി വാസുദേവൻ നായർ. ആരതാണ്? എം ടി വാസുദേവൻ നായർ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തത് വിമല. വിമല. മഞ്ഞ് എം ടി വാസുദേവൻ നായർ. അമർ സിംഗ്. മഞ്ഞ് എം ടി വാസുദേവൻ നായർ. ഓക്കെ അല്ലേ? ജിതേന്ദ്രൻ. മനുഷ്യന് ഒരു ആമുഖം. ജിതേന്ദ്രൻ മനുഷ്യനൊരാമുഖം സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ്. ശ്രീധരൻ. ശ്രീധരൻ ഓർത്തോണേ, ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാട്. ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാട്. ഓമഞ്ചി. ഒരു തെരുവിന്റെ കഥ എസ് കെ പൊറ്റക്കാട്. ഓമഞ്ചി ഒരു തെരുവിന്റെ കഥ എസ് കെ പൊറ്റക്കാട്. ഓക്കെ, അടുത്തത് ചേതന. ചേതന ഓർത്തെ, ആരാച്ചാർ. കെ ആർ മേരയുടെ കൃതിയാണ് ആരാച്ചാർ. അടുത്ത മാധവൻ. ഇന്ദുലേഖ. മാധവൻ എന്ന കഥാപാത്രം ഇന്ദുലേഖ. ആരുടേതാണ് ഇന്ദുലേഖ? ഓ ചന്തുമേനോൻ. ഓ ചന്തുമേനോൻ. ഓക്കെ അല്ലേ? അടുത്ത അള്ളാപ്പിച്ച മുല്ലാക്ക. ആരുടേതാണ്? അള്ളാപ്പിച്ച മുല്ലാക്ക ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. അള്ളാപ്പിച്ച മുല്ലാക്ക ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. അടുത്ത നമ്മൾ നോക്കേണ്ടത് ദാസൻ. ദാസൻ ഓർത്തോണേ, മയ്യഴിയുടെ തീരങ്ങളിൽ. ദാസൻ മയ്യഴിയുടെ തീരങ്ങളിൽ. എം മുകുന്ദന്റേതാണ് മയ്യഴിയുടെ തീരങ്ങൾ. സുഭദ്ര. മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ ആരുടേതാണ്? സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് സുഭദ്ര. അതുപോലെ തന്നെ ഓർത്തോണം, അതേ മാർത്താണ്ഡവർമ്മയിലെ തന്നെ കഥാപാത്രമാണ് ഭ്രാന്തൻ ചാന്നാർ. ആരാണ്? ഭ്രാന്തൻ ചാന്നാർ. അടുത്തത് ചന്ദ്രക്കാരൻ എന്ന കഥാപാത്രം ഓർത്തെ, ധർമ്മരാജ. ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ എന്നീ ചരിത്ര നോവലുകൾ ആരുടേതാണ്? സി വി രാമൻപിള്ള. അടുത്ത നമ്മൾ നോക്കണം, ചെല്ലപ്പൻ. അനുഭവങ്ങൾ പാളിച്ചകൾ. ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ. ആരുടെ കൃതിയാണ്? തകഴി. ആരുടെ? അടുത്ത നമ്മൾ നോക്കുന്നത് സാവിത്രി അന്തർജനം. കുമാരനാശാന്റെ ദുരവസ്ഥയിലെയാണെന്ന് നോക്കണം. സാവിത്രി അന്തർജനം, ദുരവസ്ഥ. ഓക്കെ. മാര. മാര നെല്ല്. പി വത്സല. മാര പി വത്സലയുടെ നെല്ല്. ഓക്കെ. അടുത്ത ഇബ്നു ബത്തൂത്ത. ഗോവർദ്ധനന്റെ യാത്രകൾ. ആരുടേതാണ്? ആനന്ദിൻ്റെത്. ആരുടേതാണ്? ആനന്ദ്. അടുത്ത രണ്ടെണ്ണം. ഒന്ന് ഖദീജ. ഖദീജ ഒന്നോർത്തെ, സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും. അടുത്ത ചന്ദ്രമൗലി. വാരണാസി ആരുടെ കൃതിയാണ്? എം ഡിയുടെ വാരണാസിയിലെ കഥാപാത്രമാണ് എന്ന് പറയുന്നത് ചന്ദ്രമൗലി.